നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള മുതലമട പഞ്ചായത്തിലുള്ള മൂച്ചൻകുണ്ട് എന്ന സ്ഥലത്താണ്. മൂച്ചൻകുണ്ട് എന്ന സ്ഥലത്തുള്ള രമ്യ വിജയ് ദമ്പതികളുടെ മകൻ ഉദയധീരൻ 4 വയസ്സ്. ആ കുഞ്ഞിൻ്റെ ഒരു വിശേഷമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ കുഞ്ഞിന് എന്താ പറയുക, മസ്കുലാർ ഡിസീസ് അഥവാ MVD എന്നറിയപ്പെടുന്ന ഒരു അപൂർവ രോഗം, ജനിതക രോഗം ബാധിച്ചിരിക്കുവാണ്. അതിനുള്ള തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളുമായി അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഇപ്പം തമിഴ്നാട്ടിലുള്ള വെല്ലൂരിലുള്ള CMC എന്ന ഹോസ്പിറ്റലിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടി ആവശ്യമുണ്ട്. എന്നാൽ ഇതിനുള്ള റെഫറൻസ് കിട്ടിയിരിക്കുന്നത് ദുബായിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു തുക, അതായത് 24 കോടി രൂപയാണ് ഒരു ചികിത്സയ്ക്കായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത് ഈ ദമ്പതികൾക്ക് സഹിക്കാനും അല്ലെങ്കിൽ പ്രാപ്യമാകുന്നതിനും വളരെ ദൂരെയാണ് ഈ തുക. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കോ ഫാമിലിയിലേക്കോ എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിച്ച് നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ചികിത്സാ രീതികളും ആ കുട്ടിയുടെ ആരോഗ്യത്തിൻ്റെ രീതികളും എല്ലാം ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പം നമ്മുടെ കൂടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരുമായിട്ടൊക്കെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ഇദ്ദേഹം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൽപ്പനാദേവിയാണ്. അവരോട് നമുക്ക് ഉദയധീരൻ്റെ ചികിത്സയുടെ ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. മാഡം, എന്തൊക്കെയാണ്? ഞാൻ മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവിയാണ്. നമ്മുടെ കുട്ടി 10ാം വാർഡ് മൂച്ചൻകുണ്ട് വിജയ് രമ്യ ദമ്പതികളുടെ കൊച്ച് ഉദയധീരനിലേക്കാണ് ഇങ്ങനെയൊരു സംഭവം ആദ്യം ഞാൻ കേൾക്കുന്നതാണ്. ജീനിലെ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചികിത്സ ദുബായിലെയാണ് ഇത് ഇഞ്ചക്ഷൻ ഉള്ളതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിന് 24 കോടി രൂപ വേണം. അപ്പോൾ ഞങ്ങളത് അറിഞ്ഞതും അപ്പോൾ തന്നെ MLAയുമായിട്ട് സംസാരിച്ചിട്ട് പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ പൊതുപ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരിനെയും വിളിച്ച് വ്യാപാര വ്യവസായ സംഘങ്ങളെല്ലാം വിളിച്ച് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഇപ്പോൾ ശബരിമല ദേവസ്ഥാനം ബോർഡ് കാണാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇത് കുട്ടികൾക്ക് നമ്മുടെ സ്വന്തം കുട്ടീനെ പോലെ എല്ലാവരും ഓരോരോ വീട്ടിൻ്റെ അച്ഛനമ്മമാർ ഉദയധീരനെ എൻ്റെ മകളാണെന്ന്, എൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇത് ധനസഹായം തന്നാലേ ഈ നമ്മുടെ വിജയത്തിലേക്ക് എത്തണം ആകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സ്വന്തം മകനെ പോലെ എല്ലാവരും പൈസ തരണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്. ദൈവം ഈ കുട്ടീനെ വേഗം തന്നെ രക്ഷിക്കാനുള്ള ദൈവം അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും നെന്മാറ MLA ശ്രീ K ബാബു സാറ്, അതുപോലെ VK ശ്രീകണ്ഠൻ MP, അതുപോലെ K കൃഷ്ണൻകുട്ടി MP, രാജേഷ് പോലുള്ള മന്ത്രിമാരെ എല്ലാവരുടെയും സഹായ സഹകരണവും അതുപോലെ എല്ലാ രാഷ്ട്രീയം നോക്കാതെയുള്ള എല്ലാ പ്രമുഖരുടെയും സഹായ സഹകരണത്തോടു കൂടിയുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫെഡറൽ ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലുമായിട്ട് കുഞ്ഞിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് UPI വഴി ക്യാഷായിട്ട് അയക്കുകയും അതുപോലെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് എന്ന് കരുതുക. ഈ അസുഖം ആർക്ക് വേണമെങ്കിലും ജനിക്കുമ്പോൾ ഉണ്ടാവാം. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 വയസ്സിനകം ചെയ്യേണ്ടതാണ്. ഈ 5 വയസ്സിനകം ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ജന്മം മുഴുവൻ ആ കുഞ്ഞിൻ്റെ ഒരു വിഷമം കണ്ടുകൊണ്ട് ജീവിക്കേണ്ട സ്ഥിതി വരും. അതുകൊണ്ട് ആ പാരൻസിനെ ഓർത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ 5 വയസ്സിന് മുമ്പുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുന്നതിനായ ഈ ഭാരിച്ച തുക നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നതാണ്. നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ ഇതൊരു ഭാരിച്ച തുകയേ അല്ല. ഇതിലും വലിയ വലിയ തുകകൾ നമ്മൾ ഓരോരുത്തരും സ്വരുക്കൂട്ടി നൽകിയ ചരിത്രമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് എല്ലാവരും അയച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അക്കൗണ്ടിലേക്ക് തുക അയക്കുന്നതിനുള്ള നമ്പറും ഡീറ്റെയിൽസും അതുപോലെ QR കോഡും എല്ലാം ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എല്ലാം ഷെയർ ചെയ്തെത്തിച്ച് ഇതൊരു വലിയ ഉപകാരമാക്കി മാറ്റിയെടുത്ത് നമ്മുടെ കുഞ്ഞിനുള്ള ചികിത്സാ സഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കി തരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.
എങ്ങനെയാണ് ഈ അസുഖം അറിഞ്ഞത്? இப்போ அவன் விளையாடும் போதுங்க, உட்காந்து எணிக்கும் போது, ஸ்டெப்ஸு ஏறும்போது சில கொஞ்சம் உட்காந்து எணிக்கிறதுக்கு இதுக்கெல்லாம் சிரமப்பட்டானுங்க. இப்போ ஸ்டெப்ஸ் ஏறும்போது சப்போர்ட் பண்ணி தான் ஏறுவான். உட்காந்து எணிக்கும் போது முட்டுக்கு சப்போர்ட் கொடுத்து எழுந்திரிப்பான். அப்போது இதெல்லாம் நமக்கு கொஞ்சம் டவுட்டு ஆகும்போது இப்போ ஹாஸ்பிட்டலில் கொண்டு போய் செக் பண்ணலான்னு செக் பண்ணும்போது அவங்க கன்ஃபார்ம் பண்ணி சொன்னாங்க இது மஸ்குலர் டிஸ்ட்ரோஃபி அப்படிங்கிற ஒரு ஜெனட்டிக் டிஸார்டர் அப்படின்னு. ഇപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്? இப்போ டெம்பரரி ஆகிட்டு வெள்ளூரில் கொஞ்சம் ஸ்டிராய்ட்ஸும் ഫിസിയോതെറാപ്പിയും പോയിട്ട് இருக்குங்க. ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? മാസം മാസം പോവാണോ അതോ 3 മാസத்துக்கு ഒരു ടൈം പോകണം അല്ലേ? ആമാங்க. ഇപ്പോൾ എത്ര നാളായി ചികിത്സ തുടങ്ങിയിട്ട്? ഇപ്പോൾ കറക്റ്റായിട്ട് അങ്ങ് ഹോസ്പിറ്റലിലേക്ക് ഓടാൻ ആരംഭിച്ച് ഒരു 10 മാസമായി. 10 മാസമായി. ആമാங்க. ഇപ്പോഴാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത്? ஆமாம், ஒரு 4.5 மாதம் முன்பு தான் ஜெனட்டிக் ரிப்போர்ட் கிடச்சிதுங்க. அது மும்பில் வந்து பிளட் டெஸ்ட்டில் வந்து நம்ம கன்ஃபார்ம் பண்ண முடியாது, சிம்டம்ஸ் இருக்குது, நம்ம ஜெனட்டிக் ரிப்போர்ட் வந்தால் மாத்திரம்தான் கன்ஃபார்ம் பண்ண முடியும்னு சொல்லிட்டாங்க. இப்போ ஜெனட்டிக் ரிப்போர்ட் கிடைக்கிறது எங்களுக்கு 3 மாதம் பிடிச்சது. இப்போ ஜெனட்டிக்கு கன்ஃபார்ம் ஆனதுக்கப்புறம் தான் இது இந்த டிஸார்டர் அப்படிங்கிறது தெரிஞ்சதுங்க. തമിഴ്നാട്ടിലുള്ള വെല്ലൂർ CMC ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഇന്ത്യയിലുള്ളതിൽ ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റൽ വെല്ലൂരാണ്. അതുകൊണ്ട് നമുക്ക് അവിടെയാണ് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. തുടർ ചികിത്സ ലഭിക്കേണ്ടത് ഇനി ദുബായിലാണ്. ദുബായിലും ഓസ്ട്രേലിയയിലും മാത്രമാണ് ഇതിനുള്ള പ്രതിവിധിയായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ഉള്ളത്. അപ്പം ദുബായിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അവിടത്തേക്കാണ് റെഫർ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം അതിനാണ് വലിയൊരു തുക നമ്മുടെ മുമ്പിൽ ഭാരിച്ച എമൗണ്ടായിട്ട് നിൽക്കുന്നത്. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞ് എന്ന് കരുതിയിട്ട് ഇതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് അവസരങ്ങളിൽ നമ്മുടെ കേരളം നമ്മുടെ കൂട്ടായ്മ കാണിച്ചിട്ടുള്ളതാണ്. ഏത് അവസരങ്ങളിലും കുട്ടികൾക്കുള്ള അസുഖങ്ങളാണെങ്കിലും നമുക്കതുപോലെ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും എല്ലാവരും നമ്മൾ കേരളത്തിലുള്ളവരും ഒറ്റക്കെട്ടാണെന്ന് കാണിച്ചിട്ടുള്ളവരാണ്. ആ കൂട്ടായ്മ നിങ്ങൾ ഈ സംഭവത്തിലും കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിന് ഇനിയും ഈ ചിരി ഇതുപോലെ നിലനിർത്താനായിട്ട് അവന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു തരണം. പത്രവാർത്തകളിലും വാർത്താമാധ്യമങ്ങളിലും അതുപോലെ ന്യൂസ് ചാനലുകളിലും എല്ലാം ഉദയധീരനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതെല്ലാം കണ്ടു കാണും. അപ്പം ഈ വാർത്തയിലെ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള തുക സമാഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.